നമ്മൾ കേരളത്തിൽ നോക്കിയാൽ 2000-ലധികം പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്. CBSE, സ്റ്റേറ്റ് ബോർഡ്, അൺഎയ്ഡഡ് സ്റ്റേറ്റ് ബോർഡ് അടക്കം. ഈ സ്കൂളുകളൊക്കെ എല്ലാ വർഷവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ക്വാളിറ്റി എഡിഷൻ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച് പല പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട്. അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല ഒരു ബെറ്റർ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, കുറച്ചുകൂടി അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുക, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുക, കലാകായിക ശേഷി വർദ്ധിപ്പിക്കുക, അതേപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെയുള്ള അവരുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് സ്കൂളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ പല പ്രോഗ്രാമുകളും സ്കൂളുകളിൽ ദിവസേന വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പല ഏജൻസികൾ, പ്രൈവറ്റ് ഏജൻസികൾ, NGOകൾ, പബ്ലിക് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള പ്രോഗ്രാമുകൾ. അപ്പം അതിൽ സ്കൂളുകൾ വളരെ ചൂസിയാണ്, വളരെ സെലക്ട് ചെയ്തിട്ട് വളരെ സൂക്ഷിച്ച് നോക്കി ആണ് ഈ പ്രോഗ്രാമുകൾ അവരുടെ സ്കൂളിലേക്ക് അഡോപ്റ്റ് ചെയ്യാറ്, അവർ നോക്കി എടുക്കാറ്. അതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഒരു ദുരനുഭവങ്ങളൊക്കെ ആയിരിക്കാം. പലതും ഓഫർ ചെയ്തിട്ട് വരും, എന്നാൽ അതൊന്നും ശരിക്കും ഡെലിവറി ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യ മാത്രയിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ, ഇതെവിടെയൊക്കെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള സാധാരണഗതിയിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ചില മാനേജ്മെൻറ്റുകൾ അത് പുതിയതൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ളത് മതി എന്ന് പറയുന്ന അപൂർവം ചില ആളുകളും ഉണ്ട്. എന്തായാലും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുക എന്ന് പറയുന്നത് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം പുതിയ തലമുറ അത് അർഹിക്കുന്നുണ്ട്, അവരത് ആവശ്യപ്പെടുന്നുണ്ട്, അവർക്ക് അത് വളരെ അത്യാവശ്യമാണ് അവരുടെ ലേണിംഗ് പ്രോസസ്സ്. ആ അർത്ഥത്തിലാണ് എഡേസ് ലേണിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്കൂളുകളിലെ കുട്ടികളുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പറ്റൻസി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ മേജറായിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത്. എല്ലാ സ്കൂളിലും നമുക്കറിയാം ലൈബ്രറി ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ലാബ് 10-25 വർഷമായിട്ടുണ്ട്. ആ 3 എലമെൻറ്റിലേക്ക് ഒരു 4ാമത്തെ എലമെൻ്റായിട്ട്, കമ്പൽസറി എലമെൻ്റായിട്ട് എല്ലാ സ്കൂളുകളിലും ഒരു കോമൺ ഫെസിലിറ്റി ആയിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു ഫെസിലിറ്റിയാണ് ലേണിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ലേണിംഗ് സ്റ്റേഷനിലൂടെ നമുക്ക് ലോകത്തുള്ള വിദഗ്ധരായ ആളുകളെ നമ്മളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാം. വളരെ കുറഞ്ഞ ചിലവിൽ, ചിലപ്പോൾ ചിലവില്ലാതെ തന്നെ വി ക്യാൻ ബ്രിങ് ദ എൻറ്റയർ വേൾഡ് ഇൻ ടു ദ എക്സ്പെർട്ടൈസ് ഓഫ് ദ എൻറ്റയർ വേൾഡ് ഇൻ ടു അവർ ക്യാമ്പസ്.